നമ്മുടെ നാട്ടിൽ കുറച്ച് പേരൊക്കെ റേഡിയോബെറി HF ട്രാൻസീവർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. റേഡിയോബെറി എന്ന് പറയുന്നത് ശരിക്കും റാസ്ബെറി പൈ എന്ന് പറഞ്ഞ സിംഗിൾ ബോർഡ് കമ്പ്യൂട്ടറിൻ്റെ കൂടെ ചേർക്കാനുള്ള ഒരു SDR ഹാറ്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോ ഹാറ്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഈ ചെറിയ ചിപ്പുകൾക്കൊക്കെ കൂടെ ചേർക്കാനുള്ള ഒരു ഹാർഡ്വെയറിനെയാണ് ഹാറ്റ് എന്ന് പറയുന്നത്. അതിൽ പൂർണ്ണ രൂപം എങ്ങനെയാണെന്ന് വെച്ചാൽ ഹാർഡ്വെയർ അറ്റാച്ച്ഡ് ഓൺ ടോപ്പ്. അപ്പോൾ ഈ റാസ്ബെറി പൈ SDR ഹാറ്റിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് 1 മുതൽ 30 വരെ മെഗാഹെർട്സ് ആണ്. അപ്പോൾ അതിലൊരു ചിപ്പുള്ളത് AD9866 ആണ്. അതൊരു 12-ബിറ്റ് മൈക്രോ കൺട്രോളറാണ്. അതിൽ ഒരു RX ചാനലും ഒരു TX ചാനലും ഉണ്ട്. ഈ ബോർഡ് പ്രധാനമായിട്ട് PA3 GSB എന്ന് പറഞ്ഞ ഹാമിൻ്റെ വകയാണ്. പക്ഷെ പുള്ളി അത് ഉണ്ടാക്കി വിൽക്കണമെന്നില്ല. പുള്ളി അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ളൂ. വേറെ ചിലർ അത് ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. പിന്നെ ആ ബോർഡ് മാത്രമേ അതിൻ്റെ കൂടെ കിട്ടുള്ളൂ. റാസ്ബെറി പൈ 4 ആണ് അതിലേക്ക് പറഞ്ഞിരിക്കണേ. അത് വേറെ വാങ്ങണമെന്നാണ് പറഞ്ഞിരിക്കണേ. റാസ്ബെറി പൈ 5 പറ്റുമോ എന്നുള്ളത് അറിയില്ല. ഇതിൻ്റെ പ്രത്യേകത അത് ഓപ്പൺ സോഴ്സാണ്. അപ്പോൾ ഡെവലപ്പേഴ്സിനും ഹോബീസിനൊക്കെ അതിൽ മാറ്റങ്ങൾ വരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ റാസ്ബെറി പൈ മെയിൻ ബോർഡിലേക്ക് കണക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ഡൗൺ ആൻഡ് അപ്പ് കൺവേർഷൻ SDR ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പവർ സപ്ലൈ റേഡിയോബെറി ബോർഡിന് റാസ്ബെറി പൈ എന്ന് വരും. പിന്നെ ഇതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് അറിയണമെങ്കിൽ ഒരു വിക്കി ഉണ്ട് റേഡിയോബെറി github.com. അതിൽ കൂടുതൽ വിവരങ്ങളുണ്ട്. ഹോം ബ്രൂയിങ്ങിനൊക്കെ പറ്റിയ വിവരങ്ങളുണ്ട്. റേഡിയോബെറിക്ക് ചെറിയ ഔട്ട്പുട്ടേ ഉണ്ടാവുള്ളൂ. അത് പിന്നെ ആംപ്ലിഫൈ ചെയ്ത് ലീനിയറൊക്കെ വെച്ചിട്ട് വേണം ഒരു HF ട്രാൻസീവറായിട്ട് ഉപയോഗിക്കണമെങ്കിൽ. AD9866 ഒരു 12-ബിറ്റ് ബ്രോഡ്ബാൻഡ് മോഡം ചിപ്പാണത്. അനലോഗ് ഡിവൈസസിൻ്റെ അതാണ് AD എന്ന് പറയുന്നത്, അനലോഗ് ഡിവൈസസ്. അപ്പോൾ അത് ഇതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് മാറ്റം വരുത്തി ഡയറക്റ്റ് ഡൗൺ കൺവേർഷൻ അപ്പ് കൺവേർഷനൊക്കെ ആയിട്ട് SDR ആയിട്ട് 30 മെഗാഹെർട്സ് വരെ, അതായത് HF ബാൻഡ് ഉപയോഗിക്കാവുന്ന അവസ്ഥയിലാണ് ഈ ഹാറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്.